കടലാക്രമണം ശക്തമായതോടെ കോഴിക്കോട്ട് തീരദേശവാസികൾ ആശങ്കയിൽ. സൗത്ത് ബീച്ച് വെള്ളയിൽ ഭാഗങ്ങളിലാണ് കടൽക്ഷോഭം കാരണം ശക്തമായ തിരമാലകൾ അടിച്ച് വീടുകളിൽ വെള്ളം കയറിയത്. വെള്ളയിൽ ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന ബോട്ട് കടൽക്ഷോഭം കാരണം തകർന്നു. ഇവിടെ വീടുകളിൽ വെള്ളം കയറുന്നുണ്ട്. വിവരങ്ങൾ അഭിരാമി നൽകും. അഭിരാമി, എന്താണ് കോഴിക്കോടൻ തീരപ്രദേശത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി? രാവിലെ മുതൽ തന്നെ, കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആളുകൾ ആശങ്കയിലാണ്. പറഞ്ഞോളൂ. രാജേഷ്, സൗത്ത് ബീച്ച് ചാപ്പയിൽ ഭാഗങ്ങളിലാണ് കടൽക്ഷോഭം മൂലം ശക്തമായ തിരമാലകൾ അടിച്ച് വീടുകളിൽ വെള്ളം കയറിയത്. വെള്ളയിൽ നിർത്തിയിട്ടിരുന്ന ബോട്ടും കടൽക്ഷോഭം കാരണം തകർന്നിട്ടുണ്ട്. ഇവിടെ വീടുകളെല്ലാം തന്നെ വെള്ളം കയറിയ സ്ഥിതിവിശേഷമാണുള്ളത്. തീരദേശങ്ങളിലെ കടൽഭിത്തികളും മിക്കതും തകർന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ വർഷം തകർന്ന കടൽഭിത്തികളൊന്നും തന്നെ ഇതുവരെയും പുനർനിർമ്മിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ തിരയാണ് ഈ പ്രദേശങ്ങളിൽ അടിച്ചിരുന്നത്. കടലാക്രമണം ശക്തമായാൽ വലിയ ദുരന്തമാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ നേരിടേണ്ടി വരിക. സ്വന്തം വീട്ടിൽ ഭീതിയില്ലാതെ ഉറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് പ്രദേശവാസികൾക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിൽ ഭീതിയില്ലാതെ ഉറങ്ങാൻ സൗകര്യം ഒരുക്കണമെന്ന് എല്ലാ കാലവർഷക്കാലത്തും അധികാരികളെയും ജനപ്രതിനിധികളെയും അറിയിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ പുതിയാപ്പ മുതൽ കോതിപ്പാലം വരെ തീരദേശത്ത് ഗാഭിയോൺ പദ്ധതി പ്രകാരമുള്ള കെട്ടിയ കടൽ ഭിത്തികളാണ് മിക്ക ഭാഗങ്ങളിലും തകർന്ന അവസ്ഥയിലുള്ളത്. അതായത് മദ്രാസ് IIT-യുടെ രൂപകൽപ്പനയിൽ കയർ കൊണ്ട് നിർമ്മിച്ച വലിയ ഗാഭിയോൺ കല്ലുകൾ നിറച്ചായിരുന്നു ഭിത്തി കെട്ടിയത്. ആ കയറുകൾ പൊട്ടിയാണ് കരിങ്കല്ലുകളെല്ലാം തന്നെ പല വഴിക്കായ ഒരു അവസ്ഥയിലുള്ളത്. കൂടാതെ ശക്തമായ തിരയടിക്കുമ്പോൾ കടൽ ഭിത്തിയിലുള്ള പ്രദേശങ്ങളിൽ പോലും ഭിത്തിക്ക് മുകളിലൂടെ വെള്ളം തീരത്തേക്ക് കയറുകയാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു അവസ്ഥ. ബേപ്പൂർ, ഗോദീശ്വരം ഭാഗങ്ങളിലെല്ലാം ആശങ്ക ഉയരുകയാണ്. കൂടാതെ പയ്യാനക്കൽ, കപ്പക്കൽ, കോയവളപ്പ്, ആനമാട്, ചാമുണ്ടി വളപ്പ് എന്നിവിടങ്ങളെല്ലാം തന്നെ തീരദേശവാസികളിൽ ആശങ്ക ഉയരുന്നുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും വെള്ളം കയറി വീടുകൾ തകർന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എന്നാൽ തകർന്നതൊന്നും തന്നെ ഇതുവരെയും പുനർനിർമ്മിക്കുന്നില്ല എന്നൊരു ആരോപണവും പ്രദേശവാസികളിൽ നിന്ന് ഉയരുന്നുണ്ട്. കൂടാതെ നമുക്കറിയാം, കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുൻപാണ് നമ്മളുടെ ചാനലിൽ തന്നെ ബട്ട്റോഡ് ബീച്ചിലെ തകർന്ന പാർക്കിന്റെ ഒരു അവസ്ഥ നമ്മൾ ന്യൂസ് ചെയ്തിരുന്നു. അതായത് കഴിഞ്ഞ വർഷത്തെ കടലാക്രമണത്തിൽ സ്ഥാപിച്ച വൈദ്യുതി വിളക്കുകളും കൂടാതെ അവിടെ ഉണ്ടായിരുന്ന പൊട്ടിപ്പൊളിഞ്ഞ ഇന്റർലോക്കുകളെ കുറിച്ചെല്ലാം നമ്മൾ വാർത്ത നൽകിയതാണ്. എന്നാൽ ഇതുവരെയും അതിനൊരു പുനർനിർമ്മാണം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്താനോ ഇതുവരെയും അധികാരികൾ തയ്യാറായില്ലെന്നാണ് എടുത്തു പറയേണ്ടതായുള്ള കാര്യമാണ്. ഇപ്പോഴും അവിടെ നിലം പൊത്തിയ അവസ്ഥയിൽ തുടരുകയാണ് ബട്ട്റോഡിന്റെ ബീച്ചിലുള്ള പാർക്കുകളെല്ലാം തന്നെ. കഴിഞ്ഞ വർഷത്തെ കടലാക്രമണത്തിലാണ് ഈ ബട്ട്റോഡ് ബീച്ചിലുള്ള പാർക്കിലെ വൈദ്യുതി വിളക്കുകളും കൂടാതെ ഇന്റർലോക്കുകളും ഫുട്പാത്തുകളെല്ലാം തന്നെ തകർന്നത്. അത് പുനർനിർമ്മിക്കാൻ ഇതുവരെയും അധികാരികൾ തയ്യാറെടുത്തിട്ടില്ലെന്ന് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് രാജേഷ്. കൂടാതെ കടലാക്രമണക്ഷോഭത്താൽ വെള്ളയിൽ ഫിഷിംഗ് ഹാർബറിൽ നിർത്തിയിട്ടിരുന്ന വെള്ളം കാറ്റിലും കടലാക്രമണത്തിലും തകർന്നിരുന്നു. തോപ്പയിൽ സ്വദേശികളായ ഹനീഫയുടെയും ഷിഹാബിന്റെയും ഉടമസ്ഥയുള്ള മധ വെള്ളമാണ് മറിഞ്ഞത്. മത്സ്യബന്ധന ഉപകരണങ്ങൾ ഉൾപ്പെടെ ഉപയോഗശൂന്യമായ ഒരവസ്ഥയാണ്. ഏകദേശം 1 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായി തൊഴിലാളികൾ പറഞ്ഞു. ഇന്നലെ പുലർച്ചെയുണ്ടായ കാറ്റിലാണ് വള്ളം തകർന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞ് ഹാർബറിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു വെള്ളം. ഇരുമ്പ് ദണ്ഡിനോട് കെട്ടിയിട്ട വെള്ളം ചുഴിയിൽ മറിയുകയായിരുന്നു എന്നാണ് ഉടമസ്ഥർ പറയുന്നത്. സമീപത്തായി മറ്റു വള്ളങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഈ വെള്ളം മാത്രമാണ് തകർന്നത്. രാജേഷ്.